കാലാവസ്ഥാ വ്യതിയാനവും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും കാരണം ലോകം വൻ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അടുത്ത വർഷത്തോടെ 45 രാജ്യങ്ങളിലായി 4.9 കോടിയോളം ജനങ്ങൾ കൊടും പട്ടിണിയിലാകും. ശക്തമായ എൽനിനോ പ്രതിഭാസവും സാമ്പത്തിക വെല്ലുവിളികളും കാർഷിക മേഖലയെ തകിടം മറിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മാനവരാശിയെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത ഭക്ഷ്യസുരക്ഷാ ഭീഷണിയെന്ന് ഐക്യരാഷ്ട്രസഭ. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ അനാലിസിസ് സർവീസ് പുറത്തുവിട്ട പഠന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. വരും വർഷങ്ങളിൽ 45 രാജ്യങ്ങളിലായി കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നവരുടെ എണ്ണം 22.5 കോടിയിൽ നിന്ന് 27.4 കോടിയായി ഉയരുമെന്ന് WFP മുന്നറിയിപ്പ് നൽകുന്നു. പസഫിക് സമുദ്രത്തിലെ താപനില വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന എൽനിനോ പ്രതിഭാസവും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമാണ് ഈ വൻ ദുരന്തത്തിന് വഴിയൊരുക്കുന്നത്. 2026 സെപ്റ്റംബറിനും ഡിസംബറിനും ഇടയിൽ എൽനിനോ അതിതീവ്ര അവസ്ഥയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രമരഹിതമായ മഴ, അതികഠിനമായ വരൾച്ച, അപ്രതീക്ഷിത പ്രളയം തുടങ്ങിയവ കാർഷിക ഉൽപാദനത്തെ തകിടം മറിക്കും. 1950-ന് ശേഷമുള്ള ഏറ്റവും ശക്തമായ എൽനിനോയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പട്ടിണി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിക്കുക ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയാണ്. മധ്യ അമേരിക്കയിൽ 83%, തെക്കൻ ആഫ്രിക്കയിൽ 75% വർധനമാണ് ഭക്ഷ്യസുരക്ഷാ ഭീഷണിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതിനിടയിൽ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള ധനസഹായം വെട്ടിക്കുറച്ചത് പ്രതിസന്ധിയുടെ ആഘാതം കൂട്ടും. അടിയന്തര മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ വലിയൊരു ദുരന്തത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുക. ന്യൂസ് ഡെസ്ക്, ജനം.